ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെടിനിർത്തൽ കരാറിനോട് അനുബന്ധിച്ച് ഇസ്രായേൽ രാഷ്ട്രീയവും സൈന്യവും ഇപ്പോൾ കലങ്ങിമറിയുകയാണ്. ഒക്ടോബർ 7 പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് IDFിൻ്റെ മേധാവി ഹെർസി ഹൈലവിയും സദേൺ കമാൻഡ് തലവൻ യാറോൺ ഫിംഗൾമാനും ഇന്നലെ രാജിവെച്ചിരിക്കുകയാണ്. മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവി മേജർ ജനറൽ അഹറോൺ ഹലീവ, ഗാസ ഡിവിഷൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അവി റോസൻഫെൽഡും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു. 7 വ്യത്യസ്ത മുന്നണികളിലായി 1 വർഷവും 3 മാസവും തീവ്രമായി യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിയാതെ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ബന്ദികളെ തീച്ചെത്തിക്കേണ്ടി വരുന്നതിൻ്റെ ഉത്തരവാദിത്വവും ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്നാൽ IDFും തളർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ പെട്ടെന്നുള്ള പിന്മാറ്റം സൈന്യത്തെ കൂടുതൽ ദുർബലമാക്കും എന്നതിനാൽ മേജർ ജനറൽ യാറോൺ ഫിംഗൾമാൻ മാർച്ച് 6 വരെ സൈന്യത്തിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന ഇദാൽ സമീറാണ് ഇനി IDFിൻ്റെ മേധാവിയായി വരാനുള്ളത്. അയാളും എപ്പോഴാണ് രാജിവെക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെ വലിയ തോൽവിയാണ് നടക്കുന്നതെങ്കിൽ അയാളും രാജിവെച്ചേക്കാം. IDF ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഹമാസിൻ്റെ ശക്തി എന്നാണ് ഇപ്പോൾ രാജിവെച്ച IDFിൻ്റെ മേധാവിയായ ഹലേവി പറയുന്നത്. ഹമാസിന് ലക്ഷ്യമുണ്ട്, എന്നാൽ ഇസ്രായേലിന് പ്രതിരോധിക്കാനേ കഴിയൂ. അവരെ ഇരുമ്പ് മറ കൊണ്ട് തടഞ്ഞു വെക്കാനാവില്ല. നമ്മുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹലേവി രാജി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം ഹമാസിന് പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ടുള്ള ഈ ബന്ദി കരാറും തടവുകാരെ കൈമാറ്റവും ഇസ്രായേൽ മന്ത്രിസഭയ്ക്കുള്ളിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ആളാകാമ്പായി തൊപ്പി തോളിലിട്ട് തോർത്തും കുത്തിപ്പിടിച്ച് നടക്കുന്ന നെതന്യാഹു കുറ്റപ്പെടുത്തൽ കേട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് മരിക്കേണ്ടി വരുമോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇയാൾ എത്രയും വേഗം രാജിവെച്ച് വിചാരണ നേരിടണമെന്നാണ് ഈ മന്ത്രിസഭയിലെ പലരും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷവും അക്കാര്യം ആവശ്യപ്പെട്ട് നെതന്യാഹുവിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. അയാൾ കരുതിയിരുന്നത് കുറേ ആയുധവും അമേരിക്കയുടെ പിൻബലവും ഉണ്ടെങ്കിൽ എവിടെയും പോയി ജയിക്കാമെന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും ഹമാസിൻ്റെയോ പലസ്തീനികളുടെയോ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഈ ഇസ്രായേലിന് ജയിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹമാസിന് മുന്നിൽ പൂർണ്ണമായും അടിയറവ് വെച്ചുകൊണ്ട് ഈ ബന്ദികളെ തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഗസയെ ആക്രമിക്കുന്നത് നാണക്കേടാണെന്നാണ് ഇസ്രായേലിൽ തന്നെ അഭിപ്രായമുണ്ടാവുന്നത്. അതൊരു കരാർ ലംഘനമാണ്. ഇസ്രായേലിന് ആകെ അത് നാണക്കേടാവും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കരാറിൽ പ്രതിഷേധിച്ച് പ്രതിരോധ മന്ത്രി ബെൻഗീറും ധനമന്ത്രി സ്ട്രോമിച്ചുമൊക്കെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈനിക തലവന്മാരെല്ലാം യുദ്ധം തോറ്റതിൻ്റെ പ്രതിഷേധം കൊണ്ട് രാജിവെക്കുമ്പോൾ ഈ മന്ത്രിസഭാംഗങ്ങൾ ഈ കരാറിൽ ഒപ്പുവെച്ചതിന് വേണ്ടിയാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. ഇവന്മാർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. വെള്ളത്തിൽ ചാടാനും മേല, കരയ്ക്ക് നീക്കാനും മേല. എന്നിട്ടും ഈ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ കുറേ പേര് പിന്നെയും യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവന്മാർക്ക് രാജിവെച്ച് പോകുന്നത്. ഇനിയും രാജിവെക്കുമെന്നാണ് പറയുന്നത്. നെതന്യാഹുവിൻ്റെ രാജിക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് ഈ രാജിവെച്ചവരും പ്രതിപക്ഷവും ഈ നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. അയാൾ ഒന്നാമത് മൊത്തത്തിൽ ടെൻഷനായിരിക്കുക. ഇപ്പം അതിൻ്റെ കൂടെ ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഹാർട്ടുമൊക്കെ വളരെ ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ ഇവരെല്ലാം കൂടി ഇങ്ങനെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പാവം മനുഷ്യനെ, ഈ നെതന്യാഹുവിനെ കളവനെ കൊല്ലൂ എന്നുള്ളതാണ് നമുക്ക് സംശയം. അയാൾ ഹൃദയം പൊട്ടിച്ചാകും. കാരണം ഒന്നും അങ്ങോട്ട് ഓക്കുന്നില്ല, അങ്ങ് ശരിയാകുന്നില്ല ഒന്നും. ഇവരെല്ലാം കൊന്നൊടുക്കിയിട്ട് ഇസ്രായേൽ എന്നൊരു വിശാലമായ രാജ്യം ഉണ്ടാക്കി വെച്ച് നമുക്ക് സുഖമായിട്ട് ഭരിക്കാമെന്നൊക്കെ ഓർത്ത് വലിയ കണക്കൂട്ടിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രധാനമന്ത്രി, പേര് കേട്ട കീർത്തി കേട്ട പ്രധാനമന്ത്രിയാകാമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ആളാണ് ഈ നെതന്യാഹു. അതെല്ലാം വെള്ളത്തിൽ പോയി. ഇപ്പോൾ ഓരോരുത്തരും പതുക്കെ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനിക തലവന്മാരും ഇയാളുടെ മന്ത്രിസഭയിലെ വലിയ വലിയ നേതാക്കന്മാരും എല്ലാം രാജിവെച്ചുകൊണ്ട് ഇനി ഇയാൾ ഒറ്റയ്ക്ക് അവസാനം കാണത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വളരെയധികം കുലുക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. നെതന്യാഹുവിൻ്റെ നില അത്ര ഭദ്രമൊന്നുമല്ല. അയാൾ ചിലപ്പോൾ താഴെ പോയേക്കാം. അതല്ലെങ്കിൽ അയാൾ ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് ചിലപ്പം വീണ്ടും തട്ടിമുട്ടേക്ക് നിന്നേക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും അത്ര വലിയ ബലം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ അയാൾ രാജിവെക്കാത്തത് വിചാരണ നേരിടേണ്ടി വരും. ഒന്നാമത് അയാൾ യുദ്ധക്കുറ്റവാളിയാണ്. അന്താരാഷ്ട്ര കോടതിയിൽ അയാൾ ഹാജരാകണം. അയാൾ വിചാരണ നടത്തുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അമേരിക്കയും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ രാജിവെക്കുക എന്ന് പറഞ്ഞത് അയാൾ മരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അതിലും ഭേദം യുദ്ധത്തിൽ പോയി വല്ല ബോംബ് ഇട്ട് ചാകുന്ന അന്തസ്സായിട്ട് മരിക്കരുതോ. അതുകൊണ്ടായിരിക്കും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൽ ആകപ്പാടെ പ്രശ്നമായിരിക്കുകയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയൊരു കാര്യമല്ല. ഈ വെടിനിർത്തലും ഈ ബന്ദിയ കൈമാറ്റവും ഒക്കെ അത് അതിരൂക്ഷമായ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.